നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 31-ാം തീയതി മുഖ്യമന്ത്രിക്ക് കാര്യമായ ഔദ്യോഗിക പരിപാടികൾ ഒന്നും തന്നെയില്ല. ഇന്നും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുകയാണ് ഹെലികോപ്റ്റർ വ്യക്തിപരമായ ആവശ്യത്തിനല്ല ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ, ആ ഹെലികോപ്റ്ററിന്റെ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നു. അവിടെ കാലാവസ്ഥ മോശമായതിനാൽ ഇറങ്ങാൻ കഴിയുന്നില്ല. പിന്നീട് തിരുവല്ലയിലേക്ക് വരുന്നു, പിന്നീട് തിരുവനന്തപുരത്തേക്ക് വരുന്നു, പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ കൊച്ചിയിലേക്ക് പോകുന്നു, പിന്നെ കൊച്ചിയിൽ ഇറങ്ങുന്നു. ആ പോയത് ആശുപത്രിയിൽ കിടക്കുന്ന ഭാര്യ പിതാവിനെ സന്ദർശിക്കാനാണ് എന്നതാണ് ലഭ്യമാകുന്ന വിവരം. പക്ഷേ പ്രജിത്ത്, മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അതീവ ഗുരുതരമായൊരു കള്ളം പറഞ്ഞിരിക്കുകയാണ്. ഈ നിക്ഷേപകരെ കാണാനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ ഹെലികോപ്റ്ററിൽ പോയത് എന്ന്. പക്ഷേ ആരെയാണ് കണ്ടത് എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നുണ പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ ഇന്ന് കാണുകയാണ് ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ. നിലിമ, ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഏറ്റവും അധികം നുണ പറഞ്ഞിട്ടുള്ള, ഏറ്റവും അധികം യൂട്ടേൺ അടിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഹെലികോപ്റ്ററിന്റെ കാര്യം തന്നെ നമുക്ക് ആദ്യം നോക്കാം. പണ്ട് പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രകളെ പറ്റി എന്തെല്ലാം പറഞ്ഞ ആളാണ്. 45 കോടി ഇതുവരെ ആ ഹെലികോപ്റ്ററിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ചെലവഴിച്ചിട്ടുണ്ട് സംസ്ഥാനം. അത് ഉപയോഗിച്ചതിലും കൂടുതൽ ഉപയോഗിക്കാതെ ഒരു സ്ഥലത്ത് ഹാങ്ങറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ കാലം എന്നുള്ളത് മറ്റൊരു വശം. അതുപോലെ അദ്ദേഹം ഇന്ന് പറഞ്ഞ പല കള്ളങ്ങളുമുണ്ട്. ഇപ്പോൾ രഞ്ജിത്ത് അമ്പാടി പറഞ്ഞ മുന്നറിയിപ്പ് കിട്ടിയിരുന്നില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമല്ല. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് കൃത്യമായി ജൂലൈ 31 അവരിറക്കിയിട്ടുള്ള കൃത്യമായ സർക്കുലറുണ്ട്. അതായത് ഈ പറയുന്ന ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 6 വരെ കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മഴയെ തുടർന്ന് ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് അവർ കൃത്യമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ അവഗണിച്ചതാണ് കേരളത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രളയ ദുരന്തത്തിന് കാരണം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി വീണ്ടും കള്ളം പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുകയാണ് IMD റിപ്പോർട്ട് നൽകിയിട്ടില്ല എന്ന്. IMDയുടെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അതിനെ വില കുറച്ച് കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നൂതനമായ നവീനമായ സാറ്റലൈറ്റുകൾ വഴി, റഡാർ സംവിധാനങ്ങൾ വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിൻ്റെ കഴിയുന്നത്ര പ്രവചന സാധ്യത, അതിൻ്റെ ഏറ്റവും ആക്യുറസി ഒന്നും കൃത്യമായി എനിക്ക് പറയാൻ അറിയില്ല, പക്ഷേ കഴിയുന്നത്ര ശരിയായ രീതിയിൽ പ്രവചനം നടത്താൻ ശ്രമിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് അതെന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അവർ എല്ലാ മണിക്കൂറുകളിലും വെതർ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഡാമുകളുടെ വാട്ടർ ലെവൽ, ഇതൊക്കെ കൃത്യമായ റിപ്പോർട്ടുകൾ സർക്കാർ സംവിധാനത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഇത് അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന ആ സംവിധാനവും അതിൻ്റെ ചെയർമാനായിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് കൂടി ആലോചിക്കണം. ആ സംവിധാനം പൂർണ്ണമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കള്ളാടി ദുരന്തത്തിൽ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ വീണ്ടും കേരളം കാണുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം എന്നുള്ള ചോദ്യമാണ് ആവർത്തിക്കുന്നത്. ഈ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെയാണ്, ഒരു പ്രദേശത്തെ കേരളം ഇന്നൊരു പ്രളയ ബാധിത സംസ്ഥാനമാണ്. എല്ലാ വർഷങ്ങളിലും അത് ആവർത്തിക്കുന്നു. കേരളത്തിൽ ഇനിയും വരുന്ന നാളുകളിൽ പ്രളയം കൂടും. എല്ലാ മഴക്കാലത്തും ജൂൺ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ, സെപ്റ്റംബർ വരെയുള്ള കാലയളവുകളിൽ കേരളത്തിൽ പ്രളയം ഉണ്ടാകുന്നത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും മുൻപുള്ള വർഷങ്ങളിലെ അനുഭവം വെച്ച് ഒരു ഓറഞ്ച് ബുക്ക് സംവിധാനം അനുസരിച്ച് കൃത്യമായ ആസൂത്രണ പ്രവർത്തനങ്ങൾ നടത്തേണ്ട സംവിധാനമാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി. അതിന് നേതൃത്വം നൽകേണ്ട ആളാണ് മുഖ്യമന്ത്രി. അതിന് ഏത് മുഖ്യമന്ത്രിയും ആയിക്കോട്ടെ. പക്ഷേ അതിനു വേണ്ടിയുള്ള എന്ത് നടപടികളാണ് കേരളത്തിൽ ഉണ്ടായതെന്നുള്ള ചോദ്യം, ഇപ്പോഴത്തെ ഈ പ്രളയത്തിൻ്റെ സമയത്തുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള ചോദ്യമുണ്ട്. എവിടെയൊക്കെ നദികൾ കൃത്യമായി അവിടെ നദികളുടെ ആഴം കൂട്ടേണ്ടിടത്ത് ആഴം കൂട്ടിയിട്ടുണ്ടോ? ചില സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ബൈറ്റ് എടുക്കുന്ന സമയത്ത് ഒരു നാട്ടുകാരൻ നമ്മുടെ ആലപ്പുഴയിലുള്ള തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ടാണ്. തണ്ണീർമുക്കം ബണ്ട് തുറന്നാൽ മാത്രമേ കുട്ടനാടിലുള്ള വെള്ളം ഒഴുകി കടലിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഈ ബൈറ്റ് എനിക്കതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും അറിയില്ല, അതിൻ്റെ യാഥാർത്ഥ്യവും അറിയില്ല, അദ്ദേഹം ബൈറ്റിൽ പറഞ്ഞത് കേട്ടാണ്. അതായത് ഇതിൻ്റെ ഈ തണ്ണീർമുക്കം ബണ്ട് തുറന്നു വിട്ടാൽ അപ്പുറത്തെ ഭാഗം ക്ലിയർ ചെയ്യണം, അവിടെ എക്കലടിഞ്ഞിട്ടുണ്ട് എന്നടക്കമുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളത്തിന് ഒഴുക്ക് കുറവാണ്. സാധാരണഗതിയിൽ മണിക്കൂറുകൾ കൊണ്ട് ഒഴുകി മാറേണ്ട വെള്ളം ഈ പറയുന്ന രീതിയിൽ ഇനി ആഴ്ചകളെടുത്താലേ ഒഴുകി മാറുള്ളൂ എന്നൊരു നാട്ടുകാരൻ, എന്നും ഇത് കണ്ട് ശീലമുള്ള ഒരാൾ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു വീഴ്ച വന്നിട്ടില്ലേ? അങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മഴക്കാലത്തിന് മുൻപ് ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. അത് ഇനി മറ്റൊരു കാര്യം, രഞ്ജിത്ത് പറഞ്ഞതിനോട് എനിക്ക് മറ്റൊരു വിയോജിപ്പുള്ളത്, രാഷ്ട്രീയം നമ്മൾ പറയരുതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ മുഖ്യമന്ത്രി നടത്തിയതെന്താ? ഈ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹം മുൻപത്തെ രാഷ്ട്രീയ സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്തത്. പിണറായി വിജയൻ ഭക്ഷണം കഴിച്ചില്ലോ എന്ന് എനിക്കറിയില്ല, പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ പോയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, അങ്ങനെയുള്ള മറുപടികളല്ലേ അദ്ദേഹം പറഞ്ഞത്. സംവിധാനത്തിൻ്റെ വീഴ്ചകളെ പറ്റി, സംവിധാനത്തിൻ്റെ പോരായ്മകളെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന IMD പോലെ ഒരു സംവിധാനത്തിന് മുകളിൽ ആരോപണം ചാർത്തി ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ വകുപ്പിന്റെയും പരാജയം, ഹൈക്കോടതി